5 ലിറ്റർ ഫ്യൂൽ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം 100 കിലോമീറ്റർ ഓടാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോഴാണെന്നുണ്ടെങ്കിലോ 5 ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 80 കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ ഫ്യൂൽ എംറ്റി ആകുന്നുണ്ട്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഈ ഒരു കാര്യം പലരുടെയും മനസ്സിൽ സംശയം വന്നിട്ടുള്ളൊരു കാര്യമാണ്, ഇൻക്ലൂഡിങ് മീ. എനിക്കും ഈ പറഞ്ഞൊരു കാര്യം സംശയം വന്നിട്ടുള്ളത്. കാരണം നമ്മൾ സ്ഥിരം ഫ്യൂൽ അടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം വാഹനത്തിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എന്ത് മൈലേജ് അല്ലെങ്കിൽ എന്ത് ഫ്യൂൽ എഫിഷ്യൻസിയാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത്. പലരും പലപ്പോഴും പല രീതിക്ക് നോക്കുന്ന കാര്യമാണ് വാഹനത്തിൻ്റെ ഫ്യൂൽ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഫ്യൂൽ ഫില്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഏകദേശം പലരും കണക്കും പ്രകാരം, അതായത് ഇത്രയും രൂപയ്ക്ക് അടിക്കാതെ 5 ലിറ്റർ ഫ്യൂൽ ഫില്ല് ചെയ്യാറുണ്ട്, എന്നിട്ട് അല്ലെങ്കിൽ ഒരു 10 ലിറ്റർ ഫ്യൂൽ ഫില്ല് ചെയ്യാറുണ്ട്. എത്ര കിലോമീറ്റർ കിട്ടും, അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഇത് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങുന്നത്, ഇങ്ങനെ നോക്കുന്ന പലരും ഉണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഒരു പ്രധാന കാര്യമാണ് നമ്മുടെ വാഹനത്തിൻ്റെ എയർ ഫിൽട്ടർ. കാരണം എയർ ഫിൽട്ടർ കാണാൻ കുഞ്ഞൊരു സാധനമാണ്, വലിയ റേറ്റും വരുന്നില്ല, ഏകദേശം ഒരു 400 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ചെറിയ എയർ ഫിൽട്ടർ നമ്മുടെ വാഹനത്തിലിട്ട് ഇത്രയും പണിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% നമുക്ക് പണി കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ വാഹനത്തിൻ്റെ എയർ ഫിൽട്ടർ. എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഞാൻ ഓരോന്നോരോന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രോബ്ലം, അതായത് ഞാൻ ഇതിനകത്ത് പറയുന്ന ഏതെങ്കിലും ഒരു കംപ്ലൈൻറ്റ് നിങ്ങളുടെ വാഹനത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ തുടക്കം പറഞ്ഞ പോലെ ആദ്യത്തെ രീതി തന്നെ, അതായത് ഇത്രയും ഫ്യൂവൽ ഫില്ല് ചെയ്തു, അതിനുശേഷം നമുക്ക് മൈലേജ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് കൃത്യമായിട്ട് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എയർ ഫിൽട്ടർ തന്നെയായിരിക്കും ഈ ഒരു കാര്യത്തിന് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ കാര്യം, നമ്മുടെ വാഹനത്തിൻ്റെ പെർഫോമൻസ്, അതായത് എൻജിൻ പെർഫോമൻസ് വളരെ മോശമാകും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട് ഒരു കയറ്റം കയറുന്ന സമയത്ത് ഏകദേശം 3rd ഗിയറിൽ ഈ കയറ്റം നന്നായിട്ട് കയറുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു കയറ്റം കയറണമെങ്കിൽ 2nd ഗിയറിലോട്ടോ അല്ലെങ്കിൽ 1st ഗിയറിലോട്ടോ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ പെർഫോമൻസിന് ഡിഫറൻസ് ഉണ്ടാക്കും. കാരണം വാഹനം പുറത്തുനിന്ന് എടുക്കുന്ന എയർ, അല്ലെങ്കിൽ പുറത്തുനിന്ന് സക്ക് ചെയ്തെടുക്കുന്ന എയർ, പുറത്തുനിന്ന് കൃത്യമായിട്ട് എയർ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ, നമ്മൾ ശ്വസിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് നല്ല രീതിക്ക് ഓക്സിജൻ കിട്ടുന്നില്ലെങ്കിൽ, നമുക്ക് ശ്വസിക്കുന്ന സമയത്ത് ശ്വസിക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ ഓടാൻ സാധിക്കത്തില്ല. ഇതേ സെയിം ഫംഗ്ഷൻ തന്നെയാണ് നമ്മുടെ വാഹനത്തിന് കിട്ടുന്നത്. അതായത് എയർ അകത്തോട്ട് കിട്ടാതെ വരുമ്പോഴത്തേക്കും ഈ ഒരു സംഗതി പ്രോബ്ലം ആവും. അതുകൊണ്ട് പെർഫോമൻസിനെ അത് വലിയ കാര്യത്തിൽ ബാധിക്കും. വാഹനത്തിൽ എയർ കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ ഫ്യൂവൽ ബേണിംഗ് കൃത്യമായിട്ട് നടക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പവർ ലോസ് നമുക്ക് അവിടെ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ കാര്യം, വാഹനത്തിന് പഴയതിനെ അപേക്ഷിച്ച് കൂടുതൽ സൗണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ എയർ ഫിൽട്ടർ ശരിക്കും പറഞ്ഞാൽ ഒരു പണിയും കൂടെ ചെയ്യുന്നുണ്ട്. എയർ കൊടുക്കുക മാത്രമല്ല, സൗണ്ടിനെ റെഡ്യൂസ് ചെയ്യിക്കുക. അതായത് വാഹനത്തിൻ്റെ എയർ, എഞ്ചിനിൽ നിന്നും വരുന്ന നോയ്സ്, അതായത് എയർ സക്ക് ചെയ്യുന്ന സൗണ്ട് ആണെങ്കിലും ചെറിയ എഞ്ചിൻ നോയ്സും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ എയർ ഫിൽട്ടർ സഹായിക്കുന്നുണ്ട്. നമുക്കത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എയർ ഫിൽട്ടർ ഒന്ന് അഴിച്ചേച്ചും വാഹനം സ്റ്റാർട്ട് ചെയ്ത് കുറച്ചൊന്ന് ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും വാഹനത്തിൻ്റെ എയർ ഫിൽട്ടർ ഇല്ലാതെ വരുമ്പോഴത്തേക്കും എഞ്ചിനിൽ നിന്ന് വരുന്നൊരു നോയ്സ് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പം എഞ്ചിൻ്റെ എയർ ഫിൽട്ടർ അല്ലെങ്കിൽ എഞ്ചിനിൽ യൂസ് ചെയ്യുന്ന എയർ ഫിൽട്ടർ ബ്ലോക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ എയർ കിട്ടാതെ വരുമ്പോഴത്തേക്കും എഞ്ചിൻ നോയ്സിന് പോലും വ്യത്യാസം വരും. കാരണം കൃത്യമായിട്ടുള്ള രീതിക്ക് എയർ അവിടെ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ബേണിംഗ് പ്രോപ്പർ ആവത്തില്ല. അതുകൊണ്ടൊരു എഞ്ചിൻ സൗണ്ടിന് വ്യത്യാസം ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. മൂന്നാമത്തെ പോയിന്റ്, നമ്മുടെ വാഹനത്തിൻ്റെ ചെക്ക് എഞ്ചിൻ ലൈറ്റ് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് കൂടുതൽ ഫ്യൂവൽ കൺസ്യൂം ചെയ്യും, പക്ഷേ പ്രോപ്പറായിട്ടുള്ള ബേണിംഗ് നടക്കാതെ വരുന്ന സമയത്ത് അവിടെ കൂടുതൽ ഫ്യൂവൽ ബേൺ ചെയ്യും. അങ്ങനെ കൂടുതൽ ഫ്യൂവൽ എക്സസ് ആയിട്ട് നമ്മുടെ O2 സെൻസറിലൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും ഒരു വാർണിംഗ് ലൈറ്റ് നമുക്ക് ക്ലസ്റ്റർ മീറ്ററിൽ കാണിക്കുന്നതായിരിക്കും, ഒരു ചെക്ക് എഞ്ചിൻ ലൈറ്റ് ആയിരിക്കും കാണിക്കുന്നത്. അതിന് ഫലമായിട്ട് ശരിക്കും പറഞ്ഞാൽ കാർബൺ ഡെപ്പോസിറ്റ്, അതായത് നമ്മുടെ വാഹനത്തിനകത്ത് കരിയുടെ അംശം, നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ഡീകാർബണൈസിങ്ങിന് കൊടുത്താൽ നല്ലതാണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഡീകാർബണൈസിങ്ങിനൊക്കെ കൊടുക്കുന്നതിനെ കഴിഞ്ഞ് നല്ലത് നമ്മുടെ വാഹനത്തിൻ്റെ കണ്ടീഷൻ, അതായത് നമ്മുടെ വാഹനത്തിന് എത്രത്തോളം പ്യൂറായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കുക. അത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള സർവീസ് മാത്രം ചെയ്താൽ മതി. കൃത്യമായിട്ടുള്ള സമയത്ത് എയർ ഫിൽട്ടർ, സ്പാർക്ക് പ്ലഗ്, ഫ്യൂവൽ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ മാറി വിടുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ വാഹനത്തിനകത്ത് കാർബൺ ഡെപ്പോസിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ പിടിക്കുന്നതായിരിക്കത്തില്ല. പക്ഷേ ഓട്ടം കുറവാണ്, വാഹനം ഓടുന്നില്ല എന്നൊക്കെ ഉള്ളൊരു പേരിൽ കൃത്യമായിട്ടുള്ള സർവീസ് ചെയ്യാതെ വിടുന്ന സമയത്താണ് ഈ പറഞ്ഞ പ്രോബ്ലം കാണിക്കുന്നത്. ഇതിൽ എത്ര പേര് കൃത്യമായിട്ട് പറയും നിങ്ങളുടെ വാഹനത്തിൻ്റെ എയർ ഫിൽട്ടർ മാറിയ സമയം, സ്പാർക്ക് പ്ലഗ് മാറിയ സമയം, ഫ്യൂവൽ ഫിൽട്ടർ മാറിയ സമയം? കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിൽ പലരും ഇത് ചിന്തിക്കാറില്ല. നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മാറിക്കോളും, അല്ലെങ്കിൽ ഷോറൂമിൽ ചെല്ലുമ്പോൾ അവർ പറയും അന്നേരം നമുക്ക് മാറാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കരുത്. കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ സർവീസിൻ്റെ സമയം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓട്ടമില്ല, അങ്ങനെയാണെങ്കിൽ മാറേണ്ട കാര്യമുണ്ടോ? ഓട്ടം ഇല്ലെങ്കിലും ഉറപ്പായിട്ടും സമയത്ത് അത് മാറി വിട്ടോണം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ഇതിനൊക്കെ ഒരു ടൈം പീരീഡ് വരുന്നുണ്ട്. ആ ഒരു ടൈം പീരീഡിനകത്ത് വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. അത് ചെയ്യാതെ ഒരു കാരണവശാലും ഇത് വിടരുത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോണം. അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാർബൺ ഡെപ്പോസിറ്റ് നിങ്ങളുടെ വാഹനത്തിൽ ഉണ്ടാകുന്നതായിരിക്കും.
ബാധിക്കത്തില്ല. നാലാമത്തെ പോയിന്റ്, വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസിയെ വളരെ കാര്യമായിട്ട് ഇത് ബാധിക്കും. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി ഒരുപാട് താഴെ പോകും. നമ്മൾ തുടക്കം പറഞ്ഞതുപോലെ തന്നെ 100 കിലോമീറ്റർ 5 ലിറ്റർ ഫ്യൂവൽ കിട്ടുമായിരുന്നുണ്ടെങ്കിൽ അത് നേരെ 80 കുറഞ്ഞു, അല്ലെങ്കിൽ 75 കുറഞ്ഞു. ഇതൊരു വലിയ കാര്യം തന്നെയാണ്. നമുക്ക് നമ്മുടെ വാഹനം തരുന്നൊരു വലിയൊരു സൈൻ തന്നെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ എയർ ഫിൽറ്ററിന് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്, ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഫ്യൂൽ എഫിഷ്യൻസി ഇത് വലിയ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നതായിരിക്കും. അഞ്ചാമത്തെ പോയിന്റ്, വാഹനത്തിനകത്ത് ചെറിയ രീതിക്കെങ്കിലും എൻജിൻ മിസ് ഫയറിംഗ് ഉണ്ടാകും. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പവർ ലോസുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റും. സെക്കൻഡ് ഗിയറിലൊക്കെ ഇട്ടാണെങ്കിലും നമ്മൾ ആക്സിലറേറ്റർ കൊടുത്തു കഴിയുമ്പോൾ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പവർ ഉണ്ട്, അത് കിട്ടാതെ വരും. ചെറിയ രീതിക്കെങ്കിലും എൻജിൻ മിസ് ഫയറിംഗ് നടക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള എയർ കിട്ടാതെ വന്നാൽ ബേണിംഗ് പ്രോപ്പർ ആവത്തില്ല. ബേണിംഗ് പ്രോപ്പർ ആവത്തില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു എൻജിൻ മിസ്സിങ് ഉണ്ടാകും. അതായത് എൻജിൻ വൈബ്രേഷൻസ് കൂടും. ഏതെങ്കിലും ഒരു സിലിണ്ടറിൽ കൃത്യമായിട്ട് ബേണിംഗ് നടക്കാതെ വന്നു കഴിയുമ്പോൾ തന്നെ ഒരു ഇംബാലൻസ് ഉണ്ടാകുന്ന സമയത്ത്, അത് ഒരു മിസ് ഫയറിംഗ് ഉണ്ടാകുന്ന സമയത്ത് ഒരു ഇംബാലൻസിങ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു ഇംബാലൻസിങ് ഉണ്ടാകുന്ന സമയത്ത് ശരിക്കും നമുക്ക് റൈഡിങ്ങിൽ അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൽ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതും നിങ്ങൾ ശ്രദ്ധിക്കണം. ആറാമത്തെ പോയിന്റ്, വാഹനം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഓടിച്ചൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് ഇടുമ്പോഴാണെങ്കിൽ പോലും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് ഐഡ്ലിങ് നിർത്തുന്ന സമയത്താണെങ്കിലും ഫ്യൂവലിൻ്റെ സ്മെല്ല് വളരെ കൂടുതലായിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് പെട്രോൾ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ പെട്രോള് അൺബേൺഡ് ഫ്യൂവൽ ഗ്യാസസ്, അതായത് കത്താതെ പോകുന്ന പെട്രോളിൻ്റെ മണം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ബേണിങ് പ്രോപ്പർ ആകാതെയൊക്കെ വരുമ്പോഴൊക്കെയാണ് ഈ പറഞ്ഞൊരു പ്രോബ്ലം കാണിക്കുന്നത്. കാരണം കൃത്യമായിട്ടുള്ള എയർ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നല്ല രീതിക്കുള്ള ബേണിങ് നടക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ മസ്റ്റായിട്ടും ചെക്ക് ചെയ്തിരിക്കണം. എയർ ഫിൽറ്റർ മാത്രമല്ല, സ്പാർക്ക് പ്ലഗ് ആണെങ്കിലും ഫ്യൂവൽ ഫിൽറ്റർ ആണെങ്കിലും എൻജിൻ ഓയിലാണല്ലോ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യണം. പക്ഷേ ഈ ചെറിയൊരു സാധനം, അതായത് ഈ പറഞ്ഞൊരു എയർ ഫിൽറ്റർ ചെറുതാണെങ്കിൽ അവൻ ചെയ്യുന്ന ജോലി വലുതാണ്. ഈ പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ള പൊടി അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, അതൊരു വലിയ കാര്യം തന്നെയാണ്, കയറാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ഈ പൊടിയെല്ലാം കൂടെ കയറി എയർ ഫിൽറ്റർ ബ്ലോക്ക് ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പണി കഴിഞ്ഞു. നമ്മൾ ഈ പറയുന്ന പോലെ വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി എല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ വാഹനത്തിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യണം. ഒരു കാരണവശാലും എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് ഇടാൻ ശ്രമിക്കരുത്. തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ചെറിയ ഹോൾസുകൾ പിന്നെ അടഞ്ഞു പോകും, ഒരു കാരണവശാലും പിന്നെ എയർ വലിക്കത്തില്ല. അതിനൊക്കെ കഴിഞ്ഞും ഏറ്റവും നല്ലത് ആ എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്ത് പുതിയൊരു എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്ന വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.